ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഒരു ക്രിസ്ത്യൻ മെൻ അല്ലെങ്കിൽ വുമൺ എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യേണ്ടത് എന്നാണ് വചനം പറയുന്നത്. വചനത്തിൽ മാന്യമായ ഡ്രസ്സസ് ഒക്കെ ധരിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓരോ സംസ്കാരത്തിനും ഓരോ ദേശക്കാർക്കും പറ്റിയ ഡ്രസ്സുകൾ ഏറ്റവും മോഡസ്റ്റ് ആയിട്ട് വിയർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇന്ന പെർട്ടിക്കുലർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കണമെന്നൊന്നും വചനത്തിൽ ഇല്ല. ഇനി ജൂയിഷ് പീപ്പിളിനെ നമ്മൾ നോക്കുവാണെങ്കിൽ അവർ വളരെ മോഡസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സസ് ആണ് ധരിക്കുന്നത്. ഇനി ഈവൻ അവരുടെ ഹെയർ, ലേഡീസിൻ്റെ ഒന്നും ഹെയർ അവർ എക്സ്പോസ് ചെയ്യത്തില്ല. അതിന് പകരം അവരിപ്പോൾ യൂസ് ചെയ്യുന്നത് വിഗാണ്. പക്ഷേ നമ്മുടെ സംസ്കാരത്തിൽ നമ്മൾ എന്താണോ ഇട്ടുകൊണ്ടിരുന്നത് അതൊക്കെ തന്നെ ഇട്ടാൽ മതി. അത് ഏറ്റവും മോഡസ്റ്റ് ആയിട്ട് വിയർ ചെയ്യാൻ നോക്കുക. ഇനി നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ എന്ന് പറയുന്നത് അതിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് വിശ്വാസികൾ പ്രത്യേകിച്ച് കൊടുക്കുന്നത്. വൈറ്റ് ഇടാനായിട്ട് നോക്കും. ജയിക്കുന്നവന് വെള്ള വസ്ത്രം ധരിക്കുമെന്നുണ്ട്. എന്നാൽ ആ ജയിക്കുമ്പോൾ കർത്താവ് അതൊക്കെ നമ്മളെ വൈറ്റൊക്കെ ഇടിയിച്ചോളും. ഇനി വൈറ്റ് ഇട്ടാലും കുഴപ്പമില്ല, ഇട്ടില്ലേലും കുഴപ്പമില്ല. ഇനി ബ്ലാക്ക് ആണെങ്കിലും കുഴപ്പമില്ല, റെഡ് ആണെങ്കിലും ഇതൊന്നും കർത്താവിന് കുഴപ്പമില്ല. വചനത്തിൽ അതൊട്ട് പറഞ്ഞിട്ടുമില്ല. ഇങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള ഈ ഡ്രസ്സും കാര്യങ്ങളും അല്ലെങ്കിൽ കളറും ഇതൊക്കെ നശിച്ചു പോകുന്ന കാര്യങ്ങളാണ്. ഇതിലൊന്നും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെങ്കിൽ അത് കളർ നോക്കിയിട്ട് ആളുകളെ വിലയിരുത്തുക, ഇതിലൊന്നും ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും നമ്മുടെ വ്യൂസും നമ്മുടെ ഇഷ്ടങ്ങൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ആസ് യൂഷ്വൽ ഏറ്റവും നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അതേത് കളറാണെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.